മൊയ്തീൻ എന്നോട് വന്നിട്ട് പറയണേ, ഡോക്ടറെ ഞാൻ അരി 1 ഗ്രാം പോലും തൊട്ടിട്ടില്ല 4 മാസമായിട്ട്, എന്നിട്ടും എൻ്റെ വെയിറ്റ് 4 കിലോ കൂടി. ഞാൻ ചോദിച്ചു, മൊയ്തീനെ അപ്പൊ നീ എന്താ കഴിച്ചത്? 6 ചപ്പാത്തി നെയ്യും കൂട്ടിയിട്ട് മൊയ്തീന് കഴിച്ചു. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഒരു കപ്പ് ചോറ് എന്ന് പറഞ്ഞാൽ 200 കലോറിയാണ്. ഒരു ചപ്പാത്തി എന്ന് പറഞ്ഞത് 120 കലോറിയാണ്. അങ്ങനെ 6 ചപ്പാത്തി 720 കലോറി. അത് നെയ്യും കൂട്ടിയിട്ട് കഴിക്കുക. നെയ്യും കൂട്ടി കഴിക്കുമ്പോൾ അത് പ്ലസ് 200 കലോറിയും കൂടി ആഡായി. ടോട്ടൽ 920 കലോറി. ശരിക്കും അരി ഒരു വില്ലനല്ല, അവിടെ അളവ് കൂടുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ജപ്പാന്, ചൈന, കൊറിയ ഇവരൊക്കെ ദിവസവും അരി കഴിക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ഒബേസിറ്റി നിരക്കുള്ളവരാണ് അവർ. അപ്പോൾ എന്താണ് വ്യത്യാസം? അളവ് തന്നെ, കൂടെയുള്ള പ്രോട്ടീന്, കൂടെയുള്ള വെജിറ്റബിൾസ്, ആ ഭക്ഷണത്തിന്റെ ക്രമം, ഇതൊക്കെ തന്നെയാണ് മെയിൻ വ്യത്യാസം. ഞാനൊരു 4 ട്രിക്സ് പറഞ്ഞു തരാം. ട്രിക്ക് നമ്പർ 1, റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ ചോറ് വെച്ച് തണുപ്പിക്കുക, ഫ്രിഡ്ജിൽ വെക്കുക ഒരു 12 മണിക്കൂർ. അത് കഴിഞ്ഞ് ചൂടാക്കി കഴിക്കുക. ഇവിടെ സംഭവിക്കുന്നത് അന്നജത്തിന്റെ ഒരു ഭാഗം റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ആയിട്ട് മാറും. ശരീരം അത് ദഹിപ്പിക്കില്ല. അതുവഴി ഗ്ലൂക്കോസിന്റെ കുതിപ്പ് ഒന്ന് കുറഞ്ഞു കിട്ടും. നമ്മുടെ കേരളത്തിൽ ഇത് പണ്ടേ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. മുത്തശ്ശിമാര് പഴങ്കഞ്ഞി കൊടുക്കാറുണ്ടായിരുന്നു. നമ്മുടെ മുത്തശ്ശിമാർക്ക് എന്താ ശാസ്ത്രം അറിയായിരുന്നു? നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ട്രിക്ക് നമ്പർ 2, ഫുഡ് ഓർഡർ. ആദ്യം നമ്മൾ പച്ചക്കറി കഴിക്കുക, പിന്നീട് ക്രമം തെറ്റാതെ പ്രോട്ടീൻ കഴിക്കുക. പ്രോട്ടീൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ചിക്കന്, മുട്ട, ഫിഷ്, അവസാനം ചോറ് കഴിക്കുക. ഇതാണ് കഴിക്കേണ്ട ഓർഡർ. ഈ ഒരു ക്രമം മാത്രം മാറ്റിയാൽ നമ്മളുടെ ആ ഗ്ലൂക്കോസിന്റെ കുതിപ്പുണ്ടല്ലോ ഒരു 30 തൊട്ടിട്ട് 40% കുറയും, സെയിം ഭക്ഷണം കഴിച്ചാൽ. ട്രിക്ക് 3, ചോറിന്റെ അളവ്. ഒരു പ്ലേറ്റിന്റെ 1/4 മാത്രം കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കുക. 1/2 പച്ചക്കറി, ബാക്കി 1/4 പ്രോട്ടീനും യൂസ് ചെയ്യാം. 4ാമത്തെ ട്രിക്സേ, നമ്മൾ കൂടുതലായിട്ട് മട്ട അരിയിലേക്ക് ഫോക്കസ് ചെയ്യുക. ഈ വെള്ള അരിനേക്കാൾ ബെറ്റർ മട്ട അരിയാണ്. എന്നാൽ അളവും ഇവിടെ പ്രധാനമാണ് കേട്ടോ. നമ്മൾ മട്ട അരിയാണെന്ന് വിചാരിച്ച് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴും വണ്ണം വെക്കും. ഡോക്ടർ അങ്കിളിന്റെ ഇവിടുത്തെ ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അരിയെ 30 വർഷം കുറ്റം പറഞ്ഞു. പ്രശ്നം അരി ആയിരുന്നില്ല, നമ്മളുടെ പ്ലേറ്റിന്റെ വലുപ്പമായിരുന്നു അവിടുത്തെ പ്രശ്നം. വണ്ണം കൂടുന്നതിലുള്ള ആദ്യത്തെ മിത്ത് നമ്മൾ പഠിച്ചല്ലോ. ഇനി നാളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എണ്ണ വണ്ണം കൂട്ടുമോ? നാളെ വെളിച്ചെണ്ണയുടെയും നെയ്യിന്റെയും സത്യം എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 50 വർഷം ലോകത്തെ മുഴുവനും ഒരു പഞ്ചസാര കമ്പനി ചതിച്ചു. അതിന്റെ കഥയാണ് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സീ യു ടുമാറോ. ബൈ.